ജസ്മി VBSന്റെ 8ാം ദിവസത്തേക്ക് അല്ലേ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ 7 ദിവസം നല്ല സന്തോഷമായി VBS ആഘോഷിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ ക്ലാസ് അല്ലേ, ഗോഡ്സ് കോളിംഗ്, ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ജീവിതത്തിലും അതൊരു പുതുക്കത്തിന് വേണ്ടി, ഞങ്ങളുടെ മനസ്സും ഒന്ന് പുതുക്കാൻ വേണ്ടി ഈ ഒരു സബ്ജക്റ്റ് വളരെ പ്രയോജനപ്പെട്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ സ്വർഗം സന്തോഷിച്ച് കാണും. കാരണം അനേകം കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വിളിക്ക് സമർപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ 8ാമത്തെ ദിവസത്തേക്ക് ഇനിയും 2 ദിവസം കൂടെ ഉള്ളൂ അല്ലേ നമ്മുടെ VBS എന്ന് പറയുന്നത്. 2 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാലും ഞങ്ങൾ ലൈവിൽ തന്നെ കാണും, ഓരോ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ പഠിച്ച പാട്ടുകൾ നിങ്ങൾ ഒരു വീഡിയോ ആക്കി ഞങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ID ഞങ്ങൾക്ക് അയച്ചു തന്നാൽ വളരെ ഉപകാരമാണ്. ഞങ്ങളുടെ ഇമെയിൽ ID അയച്ചു തന്നാൽ മതി. 2020 ജസ്മി 2020 JESMI@gmail.com എന്ന ഇമെയിൽ ID നിങ്ങൾ അയച്ചു തരിക. ഞങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ശരി, നമ്മൾ പ്രാരംഭ പ്രാർത്ഥന നമുക്ക് കിടക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, നമ്മുടെ സല്യൂട്ടേഷൻ. ജീസസ് ഈസ് മൈ സേവിയർ. പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് ഒരു നല്ല ദിവസം തന്നതിനാൽ നന്ദി. ഞങ്ങളുടെ VBSനെ അനുഗ്രഹിക്കുന്നു. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നേതാക്കളെയും കാത്തു പരിപാലിക്കണമേ. ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. പിതാവേ, നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ ബുദ്ധി നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 8ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. 8ാമത്തെ ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ പറ്റിയാണ്. അതായത് ഒരു പേഴ്സണും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾക്കും മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പേര് പറഞ്ഞാൽ. എന്നാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് ഞാൻ പോകുന്നതെന്നും എന്താണെന്നും. ചില കാര്യങ്ങൾ നിങ്ങൾ ഫേമസ് ആയി അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അത് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ശരി, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗോഡ്സ് കോളിംഗ് അല്ലേ, ദൈവത്തിൻ്റെ വിളിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ദൈവത്തിൻ്റെ വിളി എങ്ങനെയാണ്? ചില സമയത്ത് ചിലർക്ക് ബൈ ബർത്താണ്, ചില ഇൻസിഡൻറ്റിലൂടെ ചില ആളുകൾ പോകും അല്ലേ. ദൈവവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഫെലോഷിപ്പിലൂടെ ചില ആളുകൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നമ്മൾ വരുന്നവരുണ്ട്. പണ്ട് യേശുവിൻ്റെ കാലത്ത്, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ പോകുന്ന സമയത്ത് സെൻറ്റ് തോമസ് ഇല്ലേ, തോമസ് ലീഹ കേരളത്തിൽ വന്നു, സുവിശേഷം പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് യേശുവിനെ സ്വീകരിച്ചു. അവിടെ ചർച്ചുകളെല്ലാം സ്ഥാപിച്ചു. പക്ഷേ
ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനമാണെന്ന് അറിയാമോ? ഏത് സ്റ്റേറ്റ്സ് ആണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് കുറേ ഉണ്ട്. അതിലൊരെണ്ണം പറയാമോ? മിസോറാം. വേറെ ഒരെണ്ണം മണിപ്പൂർ. മിഷണറിമാർ ഇന്ത്യയിൽ വരികയും പല സ്ഥലങ്ങളിലും അവർ സ്കൂളുകൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ അവർ ഈ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ പോയി സുവിശേഷം പറയാൻ വേണ്ടി കുറേ ആളുകൾ പോയി. സുവിശേഷം പറയാൻ പോകുമ്പം സാധാരണ എല്ലാവരുടെയും ഒരു ചിന്തയെന്ന് പറയുന്നത് സുവിശേഷം പറയുക എന്ന് പറയുമ്പം ഒരാളെ ഒരു മതത്തിൽ നിന്നും വേറൊരു മതത്തിലോട്ട് മാറ്റുക എന്നുള്ളൊരു ചിന്താഗതിയാണ്, അല്ലേ? വേറെ ഒരു മതത്തിൽ നിന്ന് മാറ്റുക എന്നുള്ള ചിന്താഗതി ആയതുകൊണ്ട് എപ്പോഴും ആളുകൾക്കൊരു എതിർപ്പാണ് സുവിശേഷത്തിനെതിരെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മതമല്ല മാറ്റുന്നത്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ചിന്താഗതിയാണ് മാറ്റുന്നത്, അല്ലേ? നമ്മൾ നല്ല കുഞ്ഞുങ്ങളായി തീരണം, ദൈവത്തെ ആരാധിക്കണം, അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ളവരായിരിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്നത്, അല്ലേ? നല്ല വിശേഷം. അതേപോലെ യേശു അവർക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, രക്ഷ കിട്ടി, അതൊക്കെയാണ് സുവിശേഷം എന്ന് പറയുന്നത്, അല്ലാതെ മതം മാറ്റുമല്ല. പക്ഷേ ഇവർ പെട്ടെന്ന് ഈ ആളുകളുടെ അടുത്തൊക്കെ ചെന്ന് പറയുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഇവർ ആ കഷ്ടപ്പാടൊക്കെ സഹിച്ച്, നോർത്ത് ഈസ്റ്റ് ഏരിയയുടെ പ്രത്യേകത എന്താ അറിയാമോ? ഒരുപാട് മലകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത് റോഡുകളോ കാര്യങ്ങളോ ഒന്നും വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇവർ നടന്ന് ഒരു മല കയറി അപ്പുറത്തിറങ്ങി അവിടുന്ന് അടുത്ത മല കയറി, അങ്ങനെയാണ് ഇവർ പോയി സുവിശേഷമൊക്കെ പറയുന്നത്. അങ്ങനെ ഇവരവിടെ പോയി പറയുന്ന സമയത്ത് അവിടുത്തെ ഒരു ട്രൈബ്സ് എന്ന് പറയുന്നത് ഗാരോ എന്നാണ് അവരുടെ പേര്. എന്താണ്? ഗാരോ എന്ന് പറയുന്ന ട്രൈബ്സ് ആണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ യേശുവിൻ്റെ സുവിശേഷം പറയുന്നു, യേശുവിൻ്റെ സ്നേഹം പറയുന്നു, പക്ഷെ ആരും അങ്ങോട്ട് യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഒരാൾ, നോക്സിംഗ് എന്ന് പറഞ്ഞൊരാളും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ യേശുവിനെ സ്വീകരിച്ചു. യേശു എൻ്റെ രക്ഷകനാണെന്ന് അവർ സ്വീകരിച്ച് ഏറ്റു പറഞ്ഞ് അവർ യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നോക്സിങ്ങിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുന്നു, സമാധാനം കിട്ടുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും യേശുവിനെ വേണമെന്ന് പറഞ്ഞ് ഇതെന്താണ് യേശു? അവർക്കാർക്കും അറിയത്തില്ല യേശു ആരാണ്. ഇപ്പം നോക്സിങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിഷണറിമാരൊക്കെ പറഞ്ഞു കൊടുത്തു, ഇതാണ് യേശു, യേശു എന്ന് പറയുന്ന ദൈവമാണ്, രക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് ആളുകൾ ഈ യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയൊക്കെ വന്നു. അപ്പോഴേ അവിടെ ഇരുന്ന് സ്വാഭാവികമായിട്ട് അവിടെ ഇരുന്ന് അവിടുത്തെ ഗ്രാമത്തലവനുണ്ട്. അവിടെ എല്ലാവർക്കും ഒരു വില്ലേജ് ഉണ്ടെങ്കിൽ ആ വില്ലേജിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ ലീഡറുണ്ട്. ഈ ലീഡർ പറയുന്നത് മാത്രമേ ബാക്കി എല്ലാവരും കേൾക്കണമെന്നാണ്. ലീഡർ കാര്യം പറഞ്ഞാൽ ബാക്കി എല്ലാവരും കേൾക്കണം. അപ്പോൾ ഈ ട്രൈബൽസിനൊരു പ്രത്യേകത എന്താ അറിയാമോ? അവർ മൃഗങ്ങളെയൊക്കെ കൊന്നൊക്കെയാണ് കഴിക്കുന്നത്. എങ്ങനെയാണ് മൃഗങ്ങളെ കൊല്ലുന്നേ? അമ്പ് ചെയ്ത്. അമ്പ് എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു അമ്പെന്ന് പറഞ്ഞതില്ലേ, അമ്പും നല്ലോണം പിടിച്ചിട്ട് അമ്പ് വിടും. അമ്പ് വിടുമ്പോൾ ആ അമ്പ് ആളുകളുടെ ദേഹത്ത് വന്ന് കൊണ്ട് അവർ മരിച്ചു പോകും. അപ്പോൾ ഈ ഗ്രാമത്തലവൻ എല്ലാം നോക്കിയപ്പോൾ കുറേ ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നു, എന്ത് വരുന്നു ഗ്രാമത്തലവൻ മനസ്സിലാവുന്നില്ല. ഗ്രാമത്തലവൻ ആകെ പേടിച്ചു, ദേഷ്യമായിട്ട് അവിടെയുള്ള ആളുകളെ എല്ലാം വിളിപ്പിച്ചു. അപ്പോൾ അവിടെ ഗ്രാമസഭ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഗ്രാമസഭ എന്നാണ് അതിന് പറയുന്നത്, കൂടുന്നതിന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇവർ പറഞ്ഞ് നോക്സിങ്ങിനെയും കുടുംബത്തെയും വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്സിങ്ങും കുടുംബവും അവിടെ വന്ന് നിന്നു. അവിടെ വന്ന് നിന്നപ്പം ഈ ഗ്രാമത്തലവൻ പറഞ്ഞു, ഞങ്ങൾ അറിയുന്നുണ്ട് നീ യേശുവിനെ സ്വീകരിച്ചുവെന്ന്, അതൊന്നും ഇവിടെ വേണ്ട, ഈ ഗ്രാമത്തിൽ അതൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് യേശുവിനെ വിട്ട് കളഞ്ഞേക്കണം, അതുകൊണ്ട് നീ വേറെ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ നോക്സിങ്ങിനോട് പറഞ്ഞു. അപ്പോൾ നോക്സിങ് പറഞ്ഞു, നോ, ഞാൻ ചെയ്യത്തില്ല, യേശു എൻ്റെ രക്ഷകനാണ്, അതുകൊണ്ട് ഈ യേശുവിനെ ഞാൻ വിട്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഗ്രാമത്തലവൻ ആകെ ദേഷ്യപ്പെട്ടിട്ട് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഗ്രാമത്തലവൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ പിന്നെ കൊല്ലുക എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ അത്രയ്ക്ക് ഭയങ്കര കഠിനമായിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗ്രാമത്തലവൻ നോക്കിയപ്പം ഈ നോക്സിങ് നിൽക്കുന്നുണ്ട്, നോക്സിങ്ങിൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. മനസ്സിലായോ? നോക്സിങ്ങും ഭാര്യയും 2 മക്കളും. അപ്പോൾ ഗ്രാമത്തലവന് മനസ്സിലായി നോക്സിങ്ങിനെ കൊന്നാൽ ചിലപ്പോൾ നടക്കത്തില്ല, അതുകൊണ്ട് ആദ്യം ഈ മക്കളെ അങ്ങ് കൊല്ലാം എന്ന് പറഞ്ഞ് നോക്സിങ്ങിനോട് പറഞ്ഞു, ഞാൻ ഈ മക്കളെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ നോക്സിങ് ഇങ്ങനെ പേടിച്ചൊക്കെ നിന്ന് നോക്സിങ്ങിനെ പെട്ടെന്നൊരു ധൈര്യം വന്നു. ധൈര്യം എന്താണെന്ന് അറിയാമോ? ഹോളി സ്പിരിറ്റാണ്. ആരാണ്?
ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഈ നൊക്സിങ് പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. എന്താ പറഞ്ഞേ? I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. അല്ലേ? ഞാൻ യേശുവിനെ ഫോളോ ചെയ്യാൻ പോവുക, തിരിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഗ്രാമത്തലവന് ഭയങ്കര ദേഷ്യമായി. ഗ്രാമത്തലവന് അവിടെ ഉണ്ടായിരുന്ന ഈ അമ്പ ചെയ്യുന്നവരോട് പറഞ്ഞു, ആ കുഞ്ഞുങ്ങളെ അമ്പ ചെയ്ത് കൊന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ നൊക്സിങ്ങും ഭാര്യ അടുത്തടുത്ത് നിൽക്കുമല്ലേ, അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഇപ്പം അമ്പയും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്ത് എന്തോ ചെയ്തു, അവരിങ്ങനെ ആഞ്ഞ് പിടിച്ചിട്ട് ആ അമ്പ അങ്ങ് വിട്ടപ്പോഴത്തേന് ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വന്ന് വീണ് ദേഹത്ത് വന്ന് തറച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് പടഞ്ഞ് മരിച്ചുപോയി. അല്ലേ? അപ്പോഴത്തേന് നമ്മുടെ പാവം നൊക്സിങ്ങും ഭാര്യയും ആകെ വിഷമിച്ചു പോയി. അല്ലേ? മക്കളാണല്ലോ മരിച്ചത്. അപ്പോൾ ഗ്രാമത്തലവൻ വീണ്ടും ചോദിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം തള്ളി പറയുക, യേശുവിനെ വേണ്ട, നിങ്ങൾ ഇനി എന്താ ചെയ്യണം, ഇനി നീ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയെയും കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോഴും നൊക്സിങ് പറഞ്ഞു, ദോ നോ വൺ ജോയിൻസ് മീ സ്റ്റിൽ ഐ വിൽ ഫോളോ. ദോ നോ വൺ ജോയിൻസ് മീ സ്റ്റിൽ ഐ വിൽ ഫോളോ എന്ന് പറഞ്ഞു. നോ ടേണിംഗ് ബാക്ക്. ആരെൻ്റെ കൂടെ ഇല്ലെങ്കിലും അല്ലേ ഞാൻ വീണ്ടും. അപ്പോഴത്തേനും ഗ്രാമത്തലവൻ പിന്നെയും ദേഷ്യം വന്നിട്ട് അമ്പെയ്ത്തുകാരെ എല്ലാം റെഡിയാക്കി. ഭാര്യയോടെ നിൽക്കുമല്ലേ, ആ അമ്പെയ്ത്തുകാരനെ ഇങ്ങനെ പിടിച്ച് നല്ലവണ്ണം പിടിച്ചിങ്ങോട്ട് നിർത്തിയിട്ട് ഭാര്യയോടെ നിൽക്കുക, പേടിച്ച് നിൽക്കുക. പക്ഷേ നൊക്സിങ് ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കുകയാണ്. ഒറ്റ അടി കുത്തപ്പോഴത്തേന് ഭാര്യയുടെ ദേഹത്ത് വീണ് ഭാര്യയും പിടഞ്ഞവിടെ മരിച്ചു. അപ്പോൾ 2 പേരും മരിച്ചു. അല്ലേ? നൊക്സിങ് ആദ്യം ആകെ ഒന്ന് ഇതായി. പക്ഷേ എന്നാലും നൊക്സിങ്ങിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്നത് കൊണ്ട് നൊക്സിങ് പേടിച്ചില്ല. ഉടനെ ഗ്രാമത്തലവൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടെ തരാം. അല്ലേ? ലാസ്റ്റാണ്, ഇനി വേണമെങ്കിൽ നൊക്സിങ് തന്നെ വേണമെങ്കിൽ ജീവിക്കുക. അല്ലേ? ഇനി ഒരു ചാൻസ് കൂടെ തരാം, നീ വിശ്വാസം തള്ളി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ നൊക്സിങ് പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞു, ദ ക്രോസ് ബിഫോർ മീ, ദ വേൾഡ് ബിഹൈൻഡ് മീ. ദ ക്രോസ് ബിഫോർ മീ, ദ വേൾഡ് ബിഹൈൻഡ് മീ. നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. അപ്പോൾ ഗ്രാമത്തലവൻ പിന്നെ ഒന്നും നോക്കാനില്ല. അല്ലേ? ഗ്രാമത്തലവൻ പറഞ്ഞു, മറ്റേ ഈ അമ്പെയ്ത്തുകാരനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അവനെയും കൊന്നേക്കാൻ പറഞ്ഞു. അപ്പം മക്കൾ മരിച്ചു കിടക്കുകയാണ്, ഭാര്യ മരിച്ചു കിടക്കുകയാണ്. നൊക്സിങ്ങിനെ അപ്പോൾ തന്നെ അമ്പെയ്ത് നൊക്സിങ്ങും പിടഞ്ഞ് വീണ് മരിച്ചു. അവർ ആ ഒരു കുടുംബം മുഴുവൻ മരിച്ചു. നമുക്കിപ്പോൾ ചിലപ്പോൾ വിഷമം തോന്നും. അല്ലേ? പക്ഷേ യേശുവിനെ തള്ളി പറയാതിരുന്നത് കൊണ്ട് ആ നൊക്സിങ്ങും കുടുംബവും മരിച്ചപ്പോൾ തന്നെ യേശു തന്നെ അവിടെ വന്ന് അവരെ സ്വീകരിച്ച് കാണും, അവരുടെ ആത്മാക്കളെ സ്വീകരിച്ച് കാണും. അല്ലേ? സ്വീകരിക്കുക മീൻസ് ഇങ്ങനെ റിസീവ് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കാണും. അല്ലേ? കാരണം യേശുവിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനാണ്. ഇനിയാണ് ഈ കഥയുടെ ട്വിസ്റ്റ്. അതുവരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നിന്ന ഗ്രാമത്തലവൻ ആലോചിച്ചപ്പം ഗ്രാമത്തലവൻ ആലോചിക്കുക, യേശു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നത്. അല്ലേ? എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് യേശു. ഇപ്പം ഗ്രാമത്തലവൻ ആലോചിച്ചു, ഈ യേശു ശരിക്കും ജീവിച്ചത് ഇന്ത്യയിലല്ല, ഇസ്രയേലിലാണ്. അല്ലേ? ഇസ്രയേലിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് വേണ്ടി സ്വന്തം ജീവനെ കളയണമെങ്കിൽ അവിടെ എന്തോ ഒരു കാര്യമുണ്ട്. അല്ലേ? നമ്മൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അല്ലേ? പക്ഷേ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നില്ലേ? അല്ലേ? ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലേ? അപ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തലവൻ അതെല്ലാം കണ്ടിട്ട് ഈ ഗ്രാമത്തലവൻ എന്തോ ചെയ്യുന്നറിയാമോ? അവിടെ മുട്ടുകുത്തി. കാരണം ഗ്രാമത്തലവൻ്റെ മനസ്സ് തന്നെ മാറിപ്പോയി. കാരണം ഗ്രാമത്തലവൻ ചിന്തിച്ചപ്പം 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ കടന്ന ഒരു മനുഷ്യന് വേണ്ടി നൊക്സിങ്ങും കുടുംബവും മരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തോ ഒരു വലിയ ശക്തിയുണ്ട് എന്ന് ഗ്രാമത്തലവനെ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവൻ ഇങ്ങനെ മരിച്ചുവെങ്കിൽ, ഇവൻ ധൈര്യത്തോടെ മരിച്ചുവെങ്കിൽ എനിക്കറിയാം ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ യേശുവിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്.
അങ്ങനെ ആ ഗ്രാമത്തലവൻ യേശുവിനെ അവിടെ സ്വീകരിക്കുക. ഗ്രാമത്തലവൻ സ്വീകരിക്കുമ്പം അവിടെ ചുറ്റിനും കൂടി നിന്നൊരു സമൂഹമല്ലേ, ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് മുഴുവൻ യേശുവിൻ്റെ രക്ഷിതാവാണെന്ന് അവരെല്ലാവരും ഏറ്റുപറഞ്ഞു. അങ്ങനെ ഒരു സമൂഹം മുഴുവൻ, അല്ലേ, ഒരാൾ മരിച്ചു, ഒരു കുടുംബം മരിച്ചപ്പോൾ ഒരു സമൂഹം മുഴുവൻ യേശുവിന് വേണ്ടി യേശുവിനെ സ്വീകരിക്കുന്ന ഒരു കാലത്തിലേക്ക് അവർ മാറി, അല്ലേ. ഇതാണ് നൊക്സിങ് കുടുംബത്തിൻ്റെയും കഥ. ഈ നൊക്സിങ് പറഞ്ഞ ഈ കാര്യം എന്താ പറഞ്ഞത്? ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് പറയുന്നത് ഈ അമേരിക്കൻ മിഷണറിമാർ അവരവിടെ കൊണ്ടുപോയി അവരൊരു പാട്ട് രൂപത്തിലാക്കി. ഒരു പാട്ട് രൂപത്തിൽ അങ്ങനെ ആക്കി. ആ പാട്ട് ഇന്ന് ലോക രാജ്യങ്ങളിലെല്ലാം പാടുക. ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ അറിയപ്പെടാതെ കിടന്ന ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പാടുന്ന ഒരു ക്രിസ്തീയ പാട്ടായി മാറി. ആ പാട്ടാണ് I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. Though no one joins me, still I will follow. Though no one joins me, still I will follow. Though no one joins me, still I will follow. No turning back, no turning back, no turning back, no turning back. The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. No turning back, no turning back, no turning back, no turning back. ഇതാണ് ആ പാട്ട്. നിങ്ങളെല്ലാം കേട്ടുള്ള പാട്ടുകളാണ്, അല്ലേ. ഈ വരികളെല്ലാം നിങ്ങൾ കേട്ടുള്ളതാണ്. നമ്മളും ഇതേപോലെ, അല്ലേ, യേശുവിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പല രീതിയിൽ ആളുകൾ കളിയാക്കും നമ്മളെ. ഞങ്ങളൊക്കെ പണ്ട് യൂത്ത് മൂവ്മെൻറ്റിനൊക്കെ പോകുന്ന സമയത്ത് പല ആളുകളും പറയും, അവന് ഭ്രാന്ത, എന്തിനാണ് വൈകിട്ടും ശനിയാഴ്ച വൈകുന്നേരം പോകുന്നത്, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പറയും കപ്പ്യാര പോവുക, കപ്പ്യാര എന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളത് കേട്ടിട്ട് മാറി നിന്നാൽ, അല്ലെങ്കിൽ പാസ്റ്ററെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമ്മളെ കളിയാക്കുക ചെയ്യും, അല്ലേ. നമ്മുടെ ഒരുപാട് പേര് കളിയാക്കുക ചെയ്യും. പക്ഷേ അങ്ങനെ അത് കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിന്നാൽ നമ്മുടെ കോളിങ് എന്താവും, അല്ലേ. നമ്മൾ മാറി നിൽക്കുക എന്നല്ലാതെ വേറൊരു കാര്യമില്ല, അല്ലേ. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതേസമയം നമ്മളെ എന്ത് വിളിച്ചാലും നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ, അവരവരുടെ ജീവിതമാണ് കൊടുത്തത്. നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ചർച്ചിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഫെയ്ത്ത് ഹോമിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പാസ്റ്ററിൻ്റെ കൂടെ, ഒരു അച്ഛൻ്റെ കൂടെ, ഒരു തിരുമേനിയുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങളെ ലോകം കളിയാക്കിയാൽ അത് മൈൻഡ് ചെയ്യരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് യേശുവിന് വേണ്ടി വർക്ക് ചെയ്യുക. ഏത് സഭയാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, എവിടെയോ ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയായിരുന്നാലും യേശുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരാളും നശിച്ചു പോയ ചരിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പലരും നമ്മളെ കളിയാക്കും, അല്ലേ. അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഈ നൊക്സിങ്ങിൻ്റെ കാര്യം അത് തന്നെ നിങ്ങളോട് പറയുന്നത്. വേണമെങ്കിൽ വിശ്വാസം തള്ളി പറയാമായിരുന്നു, അല്ലേ, വേണമെങ്കിൽ വിശ്വാസം തള്ളി പറയാമായിരുന്നു. പക്ഷെ നൊക്സിങ് അത് ചെയ്തില്ല. പക്ഷെ ഇന്ന് എന്താ പറ്റിയത്? ആ ഏരിയയിലുള്ള ആളുകൾ മുഴുവൻ യേശുവിനെ സ്വീകരിച്ചു. ഒപ്പം നൊക്സിങ് പറഞ്ഞ വാക്ക് ഇന്ന് ജനകോടികൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. നമുക്കൊന്നുകൂടെ ആ പാട്ട് പാടാം, അല്ലേ. അവരുടെ കൂടെ നമുക്കും ചേർന്ന് ഒരിക്കൽ കൂടി ഈ പാട്ട് പാടാം. അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് നിർത്താം കേട്ടോ. ഒന്നുകൂടെ പാടാം, നിങ്ങളും കൂടെ പാടണേ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus.
no turning back, no turning back. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾ ചേർന്ന് ഇത് പാടണം. ഒന്നുകൂടെ പാടാം. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. Though no one joins me, still I will follow. Though no one joins me, still I will follow. Though no one joins me, still I will follow. No turning back, no turning back, no turning back, no turning back. The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. No turning back, 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 no turning back. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനിയും നമ്മളുടെ ഒരു ഗെയിം ഉണ്ടല്ലേ, നമ്മളുടെ ഗെയിമിന് റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ ഗെയിമിലേക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ 8ാമത്തെ ദിവസത്തെ VBSലേക്ക് എല്ലാവർക്കും സ്വാഗതം, വെൽക്കം. അപ്പോൾ ഇന്നത്തെ കളി കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു കളിയാണ്. കുറച്ച് ഐറ്റംസ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. എല്ലാവരുടെയും വീട്ടിൽ അഗെയിൻ ഉള്ളത് തന്നെ വെച്ച് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കളി അറിയാമോ കൂട്ടുകാർക്ക്? ഇല്ല. നമുക്ക് റൂൾസും എല്ലാം പറഞ്ഞു തരാം ആൻറ്റി. ഓക്കെ, ഇന്നത്തെ സാധനങ്ങൾ ഐറ്റംസ് വേണ്ടിയത് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക. അതിനകത്ത് കുറച്ച് അരി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. കുറച്ചേറെ മമ്മിയുടെ പെർമിഷനോടെ ഈ അരിയെല്ലാം എടുത്ത് നമുക്കിത് പിന്നെ റീയൂസ് ചെയ്ത് കഴുകി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേറ്റിൽ കുറച്ച് അരി വേണം. പിന്നെ കുറച്ച് നമ്മുടെ കോയിൻസ് വേണം. കെയർഫുള്ളായിരിക്കുക. കൊച്ചു കൂട്ടുകാർ ഈ കളി കളിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പാരൻസിൻ്റെ മുമ്പേ, അല്ലെങ്കിൽ അച്ചച്ചന്മാരോ ചേച്ചിമാരോ വലിയ ചേച്ചിമാർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കണം. ഓക്കെ, അണ്ടർ ഗൈഡൻസ്. പിന്നെ നമുക്ക് കുറച്ച് വളകൾ വേണം. ഓക്കെ, അപ്പോൾ ഈ 3 സാധനം മതി. അരി വെക്കണം, അരി വേണം ഒരു പ്ലേറ്റിൽ, പിന്നെ കുറച്ച് ബാംഗിൾസ് ആൻഡ് സം കോയിൻസ്. ഇത് 3 സാധനം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് റൂൾസ് കാണാം. ഓക്കെ, റൂൾസ് സിമ്പിളാണ്. ഈ അരി നമുക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞിട്ട് വേണം ഇത് വെക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് കളർ ഓഫ് ബാംഗിൾസ് ആൻറ്റിയുടെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു കളിക്കൊരു നല്ല. അപ്പോൾ ഇതിനകത്ത് ബാംഗിൾസ് വെക്കേണ്ടത് 2 ബാംഗിൾസ് ഇപ്പോൾ ആൻറ്റി എടുക്കുന്നുണ്ട്. ഓർത്ത് വെക്കുക, ഡിഫറെൻറ്റ് കളേഴ്സ് ആൻറ്റി മുമ്പ് പറഞ്ഞ പോലെ. ഇപ്പോൾ എൻ്റെ അടുത്ത് റെഡ് ഉണ്ട്. അപ്പം പാർട്ടിസിപ്പൻറ്റ് ഓർത്ത് വെക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ റെഡാ കൈ വരുന്നെങ്കിൽ അടുത്ത പെയറും റെഡ് ആയിരിക്കണം. റെഡ് ആൻഡ് റെഡ് പെയർ ഷുഡ് ബി ഓഫ് സെയിം കളർ. അതാണ് അതിൻ്റെ മെയിൻ ഒരു റൂൾ. ഓക്കെ, അപ്പോൾ ആൻറ്റി ഇതെടുത്തത് ഇത് സെയിം ഡിസൈനുള്ള 2ാമത്തെ ബാംഗിളും വെക്കണം. അതിൻ്റെ മേളിൽ ഈ കോയിൻ വെക്കണം. അപ്പോൾ ഇത് 1 മിനിറ്റ് ഇപ്പം കളിക്കുവാണെങ്കിൽ 1 മിനിറ്റ് വരെ ഈ കോയിൻസ് ഇവിടെ ഇരിക്കണം. ഇനി ഇത്രേ ഉള്ളൂ. അടുത്ത സെറ്റ് ചെയ്തോണം. 1 മിനിറ്റിനകത്ത് മാക്സിമം ബാംഗിൾസ് വെക്കണം. അതിൻ്റെ മേളിൽ കോയിൻ സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ എത്ര കോയിൻസ് ഉണ്ടോ 1 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ കോയിൻസ് ഉള്ളവർ വിന്നറായിരിക്കും. അതാ സിമ്പിൾ കളി. ഓക്കെ, ഇപ്പം നമ്മുടെ പാർട്ടിസിപ്പൻസ് 2 പേരുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്ന കളി നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇന്ന് ആരായിരിക്കും കളി ആദ്യം തുടങ്ങുന്നത്? ഓക്കെ, ഇന്ന് എസ്തർ കളി തുടങ്ങട്ടെ. അപ്പം ഞാൻ ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് എൻ്റെ മൊബൈൽ വെച്ചിട്ടുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇച്ചിരി കോൺസെൻട്രേഷൻ ഉള്ള കളിയാ, ശ്രദ്ധിച്ചോണം അതിൻ്റെ വെക്കുന്ന രീതി. 20 സെക്കൻഡ്സ് കഴിഞ്ഞു. അടുത്ത ബാങ്കിൽ വെക്കുന്നു. അപ്പോഴത്തേന് അത് വീടാനാകുമ്പം വളരെ സ്ലോലി വേണം ഇത് കളിക്കാൻ. യെസ്, 2 വെച്ചു. അടുത്ത വെക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വെക്കണം എസ്തർ, അല്ലെങ്കിൽ ആ 2 വീഴും. ചാൻസസ് ഉണ്ട്. അനങ്ങാതെ
എസ്തറിന് 3 കോയിൻ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നു. 1 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് എസ്തർ വിൽ ഗെറ്റ് 3 പോയിന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് എലീഷയുടെ ചാൻസ്. ഓക്കെ, എലീഷ റെഡി? നെക്സ്റ്റ് എലീഷയുടെ സെയിം റൂൾസ് തന്നെ ശ്രദ്ധിച്ചു. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അപ്പം ഓപ്പോണന്റ് പാർട്ടിസിപ്പൻറ്റ് കളേഴ്സ് ശ്രദ്ധിക്കുക. സെയിം കളർ അല്ലെങ്കിൽ ഔട്ട് ആവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പാർട്ടിസിപ്പൻറ്റ് കെയർഫുള്ളി ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അടുത്ത പേർ പോട്ടെ. കോൺസെൻട്രേഷൻ നല്ല വേണ്ട ഒരു കളിയാണ്. കളർ സെലക്ഷനും ചെയ്യണം, കറക്റ്റ് ഡിസ്റ്റൻസ് വെക്കണം, കോയിൻ വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം, അതെല്ലാം ഉണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ എൻജോയബിളാണ്. ടൈം പോകുന്നു. ഓക്കെ, വീഴുന്നു. പെട്ടെന്ന് വെക്കട്ടെ. സ്റ്റോപ്പ്. അപ്പോൾ എലീഷയ്ക്ക് 2 എണ്ണം വെച്ചെങ്കിലും ഒരെണ്ണം താഴെ പോയി കറക്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട്. അപ്പം എലീഷയ്ക്ക് 1 പോയിന്റ്, എസ്തറിന് 3 പോയിന്റ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ വിന്നറാണ് എസ്തർ. അപ്പം ഗിവ് എ ക്ലാപ്പ് ഫോർ എസ്തർ അല്ലേ? നെക്സ്റ്റ് കളിയിൽ നമുക്കും ജയിക്കണം അല്ലേ? അപ്പം നെക്സ്റ്റ് കളിയിൽ നെക്സ്റ്റ് ദിവസം നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ബൈ ബൈ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ ഇന്നത്തെ ക്വിസ് കൂടി ഇവർക്ക് കൊടുക്കുക അല്ലേ? Yes. ശരി, ഞാൻ നിങ്ങളോട് നമ്മുടെ കോളിങ്ങിനെ പറ്റിയൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്ന് വിശ്വാസത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയല്ല നമ്മൾ പഠിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പൗലോസ് ലീഹ ലുസ്ത്രയിലും ഇക്കോന്യയിലും പോയ സമയത്ത് അവിടെ വെച്ച് ഒരാളെ യേശുവിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചു. ലുസ്ത്രയിലും ഇക്കോന്യയിലും ഒക്കെയുള്ള ഒരു യവന പിതാവിൻ്റെ ഗ്രീക്കുകാരനായ ഒരു മനുഷ്യൻ്റെ മകനെ വിളിച്ച് വേർതിരിച്ചു. അത് ആരാണെന്ന് നിങ്ങൾ എഴുതി ആ ആൻസർ എഴുതിയിട്ട് നമുക്ക് അയച്ചു തരണം. നിങ്ങൾക്കറിയാവുന്നതാണ്, വളരെ ഈസി ആയിട്ടുള്ളത്. നിങ്ങൾ ഈ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരാളാണ്. നിങ്ങളത് നോക്കിയിട്ട് നമുക്ക് എഴുതി അറിയിക്കുക. ഇതാണ് ചോദ്യം. പ്രാർത്ഥിക്കാം. ശരി. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ ദൈവമേ, ഇന്നത്തെ ക്ലാസ്സിനായി നന്ദി. ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ കൃപ നൽകണമേ. പിതാവേ, അങ്ങയുടെ നല്ല മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിൽ ഞങ്ങളെ നയിക്കണമേ. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കൂട്ടുകാരെ, അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. നാളെയും ഇതേപോലെ നല്ലൊരു സബ്ജക്റ്റുമായിട്ടായിരിക്കും നിങ്ങളുടെ കൂടെ വരുന്നത്. ഇനിയും 2 ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒരു അവസാനത്തെ 3 ക്ലാസ് എന്ന് പറയുന്നത്
നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ക്ലാസ്സുകളായിരിക്കും. 20 മിനിറ്റേ കാണത്തുള്ള ക്ലാസ്, പക്ഷേ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും അടുത്ത് വരുന്ന 2 ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്. നാളെ നമുക്ക് കാണാം. ബ്ലെസ് യു.